ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കഥയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം ഈ കഥയിലേക്ക് വരാനായിട്ട് കേട്ടോ. കഥയിലേക്ക് കടക്കാം. നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ യുധിഷ്ഠിരന് മനസ്സിലായി ഇതൊരു സാധാരണ ആളല്ല. കൈകൾ കൂപ്പി എന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? ദയവായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂ. ഞാനൊരു യക്ഷനാണ്. ഈ തടാകം, ഇതിലെ ജലം, ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ജലം എടുക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. താങ്കളുടെ സഹോദരന്മാര് എൻ്റെ വാക്കുകളെ ധിക്കരിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് മരിക്കേണ്ടി വന്നു. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ യക്ഷൻ ഒരു ഭഗത്തിന്റെ രൂപത്തില് യുധിഷ്ഠിരന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. യുധിഷ്ഠിരൻ കൈകൾ കൂപ്പി എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അനുവാദമില്ലാതെ ഞാൻ ഈ തടാകത്തിലെ ജലം കുടിക്കില്ല. അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. എനിക്കറിയുന്നത് പോലെ ഞാൻ അതിന് മറുപടി പറയാം. ഈ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആരംഭിച്ചു. അതിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കേൾക്കാം. ഭൂമിയേക്കാൾ ഗുരുത്വമുള്ളത് എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മ. അമ്മയാണ് ഭൂമിയേക്കാൾ ഗുരുവായത്. ഭൂമിയേക്കാൾ ഘനമുള്ളത് എന്താണ്? അമ്മയ്ക്ക് ഭൂമിയേക്കാൾ തൂക്കമുണ്ട്. ആകാശത്തേക്കാൾ ഉയരമേറിയതെന്ത്? ആകാശത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അച്ഛൻ. കാറ്റിനേക്കാൾ വേഗം കൂടിയത് മനസ്സ്. സൂര്യൻ ഏതിൽ ഊന്നിയാണ് നിൽക്കുന്നത്? സത്യത്തിൽ. ദുഷ്ടന്റെ രീതി എന്താണ്? അഭയം തേടിയെത്തുന്നവരെ ഉപേക്ഷിക്കുന്നത്. കാറ്റിനേക്കാൾ വേഗം കൂടിയത് മനസ്സ്. പുല്ലിനേക്കാൾ ഏറെയുള്ളത് ചിന്തകൾ. ഹൃദയമില്ലാത്തത് കല്ലിന്. മരണമടുത്തയാളുടെ മിത്രം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ദാനം. സുഖത്തിന് ആശ്രയം ശീലം. ശ്രേഷ്ഠമായ സ്വത്തെന്താണ്? അറിവ്. ഏറ്റവും വലിയ ലാഭമോ? അത് ആരോഗ്യം. ഏറ്റവും വലിയ സുഖം സന്തുഷ്ടി. പരമമായ ധർമ്മം എന്താണ്? ആരെയും ഉപദ്രവിക്കാതിരിക്കൽ. ഏതിനെ അടക്കിയാലാണ് ദുഃഖിക്കേണ്ടി വരാത്തത്? മനസ്സിനെ അടക്കിയാൽ ദുഃഖിക്കേണ്ടി വരില്ല. എന്തിനെ ഉപേക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല? ക്രോധത്തെ ഉപേക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. എന്തിനെ ഉപേക്ഷിച്ചാൽ സുഖം വരും? അതിമോഹത്തിനെ ഉപേക്ഷിച്ചാൽ സുഖം വരും. എന്തിനെ ഉപേക്ഷിച്ചാൽ അന്യർ ഇഷ്ടപ്പെടും? അഹങ്കാരത്തെ. അജ്ഞത എന്നാൽ കടമകൾ അറിയാത്തത്. ലോകത്തെ മൂടിയിരിക്കുന്നത് എന്താണ്? അജ്ഞാനം. നിത്യനരകം ആർക്കാണ് കിട്ടുക? കൊടുക്കാമെന്ന് പറഞ്ഞ് ദരിദ്രനെ വെറും കൈയോടെ തിരിച്ചയക്കുന്നവൻ. പുല്ലിനേക്കാൾ കൂടുതൽ വളരുന്നത് എന്താണ്? പുല്ലിനേക്കാൾ കൂടുതൽ വളരുന്നത് ഒരുവന്റെ ചിന്തകളാണ്. ഏകനായിട്ട് നിൽക്കുന്നതാര്? സൂര്യനാണ് ഏകനായിട്ട് നിൽക്കുന്നത്. ജനിച്ചിട്ട് വീണ്ടും ജനിക്കുന്നതാരാണ്? ചന്ദ്രൻ. തണുപ്പിന്റെ ഔഷധം അഗ്നി. വിളയുടെ മഹത്വം ആർക്ക്? വിളയുടെ മഹത്വം ഭൂമിക്ക്. ധർമ്മം, യശസ്, സ്വർഗം, സുഖം എന്നിവ എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? അറിവ് ധർമ്മത്തിന്റെയും, ദാനം യശസ്സിന്റെയും, സത്യം സ്വർഗത്തിന്റെയും, ശീലം സുഖത്തിന്റെയും ആശ്രയസ്ഥാനങ്ങളാണ്. പരമമായ ധർമ്മം എന്താണ്? അന്യനെ ദ്രോഹിക്കാതിരിക്കുക എന്നതാണ് പരമമായ ധർമ്മം. എപ്പോഴും ഫലജമായ ധർമ്മം എന്താണ്? ഈശ്വരനെ മുൻനിർത്തിയുള്ള കർമ്മം. എന്തിനെ കീഴടക്കിയാൽ ദുഃഖം നശിക്കും? മനസ്സിനെ കീഴടക്കിയാൽ ദുഃഖം നശിക്കും. ഒരിക്കലും നശിക്കാത്ത ബന്ധം ഏതാണ്? സജ്ജനങ്ങളോടുള്ള ബന്ധം ഒരിക്കലും നശിക്കില്ല. ലോകത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണ്?
അറിവില്ലായ്മ. എന്തുകൊണ്ടാണ് പ്രകാശമുണ്ടാകുന്നത്? ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് പ്രകാശവും ഉണ്ടാകുന്നത്. സ്നേഹിതർ വേർപെടുന്നതെപ്പോൾ? സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ സ്നേഹിതർ പിരിയുന്നു. എല്ലാ സ്വത്തുക്കളിലും വെച്ച് വിലപ്പെട്ടത് വിദ്യ അഥവാ ജ്ഞാനം. ലോകത്തിലെ ഏറ്റവും നല്ല വഴി ഏതാണ്? നമ്മുടെ പൂർവികന്മാർ നടന്ന വഴിയെ നാം നടക്കുന്നത് നല്ല വഴി. ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവി മത്സ്യം. മത്സ്യത്തിന് കൺപോളയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ദിവസവും ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ എല്ലാവരും ഓരോരുത്തരായി മരിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവര് തങ്ങൾക്ക് മരണമില്ലെന്നും ഇവിടെ ഈ ഭൂമിയിൽ സ്ഥിരമായി കഴിയാമെന്നും കരുതി ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. ഈ ചിന്തയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. സുഖലോലുപനും ബുദ്ധിമാനും ലോകരാൽ മാനിക്കപ്പെടുന്നവനുമായ ഒരാൾ ശ്വസിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നില്ല. എന്തുകൊണ്ട്? ദേവതകൾ, അതിഥികൾ, ഭൃത്യന്മാർ, പിതൃക്കൾ എന്നിവരോട് ആദരവും കരുണയുമില്ലാത്തവരും അശരണരെ സഹായിക്കാത്തവരും ശ്വസിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നില്ല. ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ, അവയ്ക്കെല്ലാം ഉത്തരങ്ങൾ. അങ്ങനെ യക്ഷ യുധിഷ്ഠിര സംവാദം അത് പൂർണ്ണമായി. ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ന്യായമായ ഉത്തരമാണ് ധർമ്മപുത്രര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ യക്ഷൻ വളരെ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ ഉത്തരങ്ങളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന നിന്റെ 4 സഹോദരന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിച്ചു തരാം. ആരെ വേണമെന്ന് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, സ്വാമി, അങ്ങേക്ക് കരുണയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് നകുലനെ ജീവിപ്പിച്ചു തരൂ. നകുലനോ? ധർമ്മപുത്രരെ, 10,000 ആനയുടെ ബലമുള്ള ഭീമനെയോ വില്ലാളി വീരനായിട്ടുള്ള അർജുനനെയോ ചോദിക്കാതെ കേവലം നകുലനെയാണോ അങ്ങ് ചോദിക്കുന്നത്? അതെന്താ അങ്ങനെ? അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, സ്വാമി, എനിക്ക് ഈ 4 പേരും ഒരുപോലെയാണ്. ഭീമൻ എൻ്റെ പ്രാണനാണ്, അർജുനൻ എൻ്റെ കർമ്മമാണ്, നകുലനും സഹദേവനുമാകട്ടെ എൻ്റെ കൈകാലുകളാണ്. ഞാൻ മറ്റെന്തിനേക്കാളും ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്. ശ്രാദ്ധകർമ്മങ്ങളിലൂടെയാണ് പിതൃക്കൾക്ക് മോക്ഷം സിദ്ധിക്കുക. എൻ്റെ അമ്മയായിട്ടുള്ള കുന്തി ദേവിക്ക് ഞാനുണ്ട്. അതുകൊണ്ടാണ് മാദ്രി അമ്മയുടെ മക്കളിൽ മൂത്തവനായിട്ടുള്ള നകുലന് ജീവൻ നൽകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമുക്കെല്ലാം അറിയാം, നകുലന്റെയും സഹദേവന്റെയും അമ്മയുടെ പേര് മാദ്രി എന്നാണ്, അല്ലെ? പാണ്ഡവർക്ക് 2 അമ്മമാര്, ധർമ്മപുത്രര് ഭീമൻ, അർജുനൻ. അവരുടെ അമ്മ കുന്തി. നകുലന്റെയും സഹദേവന്റെയും അമ്മ മാദ്രിയാണ്. അപ്പോ കുന്തി ദേവിയുടെ കർമ്മങ്ങൾ കഴിക്കാനായിട്ട് മൂത്തപുത്രനായിട്ടുള്ള ഞാൻ ജീവനോടെയുണ്ട്. മാദ്രി അമ്മയുടെ കർമ്മത്തിന് അവരുടെ മൂത്തപുത്രനായിട്ടുള്ള നകുലൻ വേണം. അതുകൊണ്ടാണ് ഞാൻ നകുലനെ ജീവിപ്പിക്കാൻ പറഞ്ഞത്. ഇത്രയും കേട്ടതും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷായി. യക്ഷൻ പറയാണ്, യുധിഷ്ഠിര, അങ്ങൊരു മഹാത്മാവ് തന്നെ. ഒരു കാലത്തും ഒരിടത്തും അങ്ങയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ആപദ്ഘട്ടത്തിൽ പോലും ധർമ്മം മാത്രം ചിന്തിക്കുന്ന അങ്ങയുടെ 4 സഹോദരന്മാർക്കും ഞാനിതാ ജീവൻ തിരിച്ചു നൽകുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിച്ചു? ഈ മരിച്ചു കിടന്നിരുന്ന 4 പേരും ഉറക്കമുണർന്ന് എണീറ്റതുപോലെ എഴുന്നേറ്റിടുവാം. യുധിഷ്ഠിരൻ അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് യക്ഷനോട് ചോദിച്ചു, അങ്ങ് ആരാണെന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ടതും അടുത്ത നിമിഷം തന്നെ ആ യക്ഷം ഭഗരൂപത്തിലാണ് നിൽക്കുന്നത്, അല്ലെ? യക്ഷം നിന്നിരുന്ന ആ സ്ഥലത്ത് തൻ്റെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് യമധർമ്മരാജൻ. വളരെ സന്തോഷത്തോടുകൂടി യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങയെ പരീക്ഷിക്കാനായിട്ട് ബ്രാഹ്മണന്റെ അരണിക്കോലെടുത്ത് ഓടിയത് ഞാൻ തന്നെയാണ്. ആ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഒരു വരം ചോദിച്ചു കൊള്ളുക.
യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ 12 കൊല്ലം ഇവിടെ കാട്ടില് താമസിച്ചു. ഇനി അജ്ഞാതവാസകാലമാണ്. ആ സമയത്ത് ആരും ഞങ്ങളെ തിരിച്ചറിയരുത്. അതിനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അല്ലയോ പുത്ര, സുഖമായി വനവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചാലും എന്ന് വരവും കൊടുത്ത് അരണിയും മടക്കി നൽകിയിട്ട് ധർമ്മദേവൻ അവിടെ നിന്ന് പോവാണ്. കുട്ടികളെ, ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും മഹാഭാരതത്തിലെ ഏറ്റവും പ്രസക്തമായ പ്രസ്താവ്യങ്ങളിൽ ഒന്നാണ്. മഹാഭാരതത്തെ കുറിച്ച് വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യദി ഹാസ്തി തദന്യത്ര യന്നോ ഹാസ്തി ന തത്ക്വചിത്. മഹാഭാരതത്തിലുള്ളതെല്ലാം ലോകത്തിലുണ്ട്, ഇതിലില്ലാത്തത് ഇനിയൊന്നും ലോകത്തിലുണ്ടാകാനും പോകുന്നില്ല. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.